ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആഗീസ് ടേസ്റ്റ്. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു ഫിഷ് കട്ടിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അതിനായിട്ട് എടുത്തിരിക്കുന്നത് അയലയല്ല, ഇത് ഞങ്ങളിവിടെ പറയുന്നത് കൊഴിയാള എന്നാണ് കേട്ടോ. അതിന് കൊഴിയാള എന്നാണ് പറയുന്നത്. ചിലർ കൊഴുവയെന്നും പറയും. ഞാൻ ചില നാട്ടിലൊക്കെ കൊഴുവ, നമ്മൾ ചില നെത്തോലി ഉണ്ടല്ലോ, അതിന് കൊഴുവ എന്ന് പറയുന്നത് കേട്ടു. പക്ഷെ ഇവിടെ നമ്മൾ കൊഴിയാള എന്നാണ് പറയുന്നത്. ഇവിടെ ഇങ്ങനെ ആരം ഉണ്ടാകും, മുള്ളുള്ള ഇതാണ്. അയലയല്ല ഇത്, കൊഴിയാള. അപ്പോൾ ഇതിൻ്റെ കട്ടിങ്ങും കറി മേക്കിങ്ങും ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് കണ്ടു നോക്കാം. സാധാരണ പോലെ തന്നെ ആദ്യമേ ചിറക് കട്ട് ചെയ്യും. രണ്ട് സൈഡ് ഈ മീൻ്റെ തൊലി ഉരിച്ചെടുക്കും കേട്ടോ. സ്കിൻ കളഞ്ഞിട്ടാണ് എടുക്കുന്നത്, അല്ലാതെ അത് എടുക്കത്തില്ല. നമ്മളൊക്കെ എങ്ങനെയാണ് ഇവിടെ സ്കിൻ ഇതിൻ്റെ കളയും. അപ്പോൾ തലയുടെ ഭാഗത്തൊരു ചെറിയ വരയിട്ട് കൊടുത്തിട്ട് തൊലി വലിച്ചെടുക്കും. പെട്ടെന്ന് ഉരിഞ്ഞ് വരും കേട്ടോ, വലിയ പാടുള്ള മീനല്ല. ഉരിഞ്ഞു പുറത്തും അതുപോലെ ചെയ്യാം. വാളി കട്ട് ചെയ്യാം. ഈ മീനിന്റെ തല അങ്ങനെ ആരും എടുക്കാറില്ല കേട്ടോ. തലയില് പുഴുണ്ടെന്ന് പറയും ഇതിന്റെ. അപ്പൊ അങ്ങനെ തല ആരും എടുക്കാറില്ല. ഇതിന്റെ കണ്ണ് ഭാഗം കൂടെ കട്ട് ചെയ്ത് കളയാം. വയറ് ഭാഗം കട്ട് ചെയ്തിട്ട് അഴുക്കെല്ലാം കളയാം. നമ്മൾ മുൻപ് പാരയൊക്കെ കട്ട് ചെയ്തില്ല, ആ സ്റ്റൈലിൽ തന്നെയാണ് ഇതും കട്ട് ചെയ്യുന്നത് കേട്ടോ. അതിൻ്റെ അഴുക്കെല്ലാം ഇത്രേ ഉള്ളൂ. ഇനി ഒന്നുകൂടെ അതുപോലെ ചെയ്യാം. ഇത് മൊത്തം 7 എണ്ണം ഉണ്ട്. എനിക്ക് തോന്നുന്നു 200 രൂപയാണെന്ന് തോന്നുന്നു. ഞാനല്ല വാങ്ങിയത്, ഹസ്ബൻഡാണ് വാങ്ങിച്ചുകൊണ്ട് വന്നത്. വിലയൊന്നും ചോദിച്ചിട്ടില്ല. വരയിട്ട് കൊടുത്താൽ മതി. വരയിട്ട് കൊടുത്തിട്ട് തൊലി ഒഴിക്കണം. പച്ച മീനാണ്, അത് കുഴപ്പമില്ല, പെട്ടെന്ന് ഉരിഞ്ഞെടുക്കാം. എൻ്റെ കയ്യിൽ നഖമില്ല കേട്ടോ, നഖം വെട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് പാട് ഉരിക്കാൻ. ഇത് കണ്ടാ പാര പോലെ ഇരിക്കും, പാരയല്ല, ഇതിൻ്റെ വേറെ ഇനമാണ്. ഞങ്ങൾ കൊഴിയാണെന്നാണ് പറയുന്നത്. ഇത് 2 എണ്ണം വെട്ടിയിട്ടുണ്ട്. ഇനി ബാക്കി ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. മീനെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ കഴുകിയെടുക്കാനായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പുവരലേക്ക് വെക്കും. തൊലി കളഞ്ഞാലും എനിക്ക് ഇച്ചിരി ഉപ്പിട്ട് തേക്കാം. ചിലർ തൊലി കളയുന്നത് കൊണ്ട് ഉപ്പിട്ട് തേക്കാം. അപ്പോൾ ഇത് നല്ലതുപോലെ 3-4 വെള്ളത്തിലൊന്ന് കഴുകി എടുക്കാം. മീനെല്ലാം കഴുകി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് സാധാരണ വയ്ക്കുന്ന കണക്കല്ല, ഇത് ഒരു വെറൈറ്റി സ്റ്റൈലിലാണ് വെക്കാൻ പോകുന്നത്. മസാലയൊക്കെ ഒന്ന് വറുത്തിട്ട് ഇച്ചിരി പച്ച തേങ്ങയൊക്കെ അരച്ചാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ വെക്കുന്നത് നമുക്കൊന്ന് കണ്ടു. മസാല വറുക്കാനുള്ള പാത്രം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. 1 ടീസ്പൂൺ മതി, കുറച്ച് മതി. ഇതിലേക്ക് ഒരു 5-6 വെളുത്തുള്ളി
അല്ലി വെളുത്തുള്ളി, 4-5 ചെറിയ ഉള്ളി. അതൊന്ന് നോക്കിക്കാം. ഇത് രണ്ടും നല്ലപോലെ നോക്കുക. ഉള്ളിയൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. 3 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുണ്ട്. സ്റ്റവ് ഓഫ് ചെയ്തിട്ടാണ് ഇടുന്നത്. ഒരു 5 ടീസ്പൂൺ മുളക് പൊടി ഇടുന്നു. ഒരുപാട് എരിയില്ലാത്ത മുളകാണ്, എരിവില്ലാത്ത ആളാണ് 5 ടീസ്പൂൺ. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചത്. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ആദ്യമേ സ്റ്റവ് ഓണാക്കാതെ തന്നെ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കണം. ചെറിയ തീയിൽ ഇതിനെയൊന്ന് മൂപ്പിച്ചെടുക്കാം. നല്ലോണം ഒന്ന് മൂത്ത് വരട്ടെ. അല്ല മണമൊക്കെ ഒന്ന് വരുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. മൂത്ത് വരട്ടെ. നിറമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങയുണ്ട്, അത് ഇട്ട് ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തിരിക്കുകയാണ്. നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അരപ്പ് എല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് പുളി ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു, ആ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് കലക്കി കൊടുക്കുക. ഇത് അത് കലക്കിയിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരി കുറുകിയിരിക്കുകയാണ്. അപ്പോൾ അല്പം അരപ്പുള്ള ആവശ്യം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങൾ ചേർക്കാനുണ്ട്. ഒരു കഷ്ണം ഇഞ്ചി, ഒരു വലിയ തക്കാളി, 4 പച്ചമുളക്, കുറച്ച് കറിവേപ്പില. ഇതൊരു ഉപ്പിട്ടില്ല, ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് തിളപ്പിച്ചെടുക്കാം. തിളച്ച് വരുമ്പോൾ നമുക്ക് മീനിട്ട് കൊടുക്കാം. ഇവിടെ കറി അങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട്. മീനിട്ട് കൊടുക്കും. മീനെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ മൂടി വെച്ച് വേവിക്കാം. പറ്റി വെക്കാം. നമ്മുടെ കറിയൊക്കെ വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും എല്ലാം കൂടെ ഒന്ന് താളിച്ചൊഴിച്ചു കൊടുക്കാം. ഇത്രേ ഉള്ളൂ. നല്ല ടേസ്റ്റിലുള്ളൊരു കറിയാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റിലുള്ളൊരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഒന്ന് താളിച്ചു കൊടുക്കാം. അപ്പോൾ കടുക് വെക്കാനുള്ള പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. പൊട്ടി കഴിയുമ്പോഴേക്കും നമുക്ക് കുറച്ച് ചുമന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി, അത് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരാം. ഒരു സോഫ്റ്റ് മൂക്കാം.
മൂത്ത് വരട്ടെ. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണം. ഇതൊന്ന് ഉള്ളി ഒന്ന് ചുമന്ന് വരണം. ഉള്ളി കരിഞ്ഞു പോകാൻ പാടില്ല, കരിഞ്ഞു പോയാൽ കഴിക്കും. അതുകൊണ്ട് ചുമക്കുന്നുണ്ടെങ്കിൽ നമുക്കത് കോരി മാറ്റാം. കുറച്ചും കൂടെ മുക്കാനുണ്ട്. ഇത്രയും മതി. സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് കറിവേപ്പിലയും കൂടെ ഇട്ടു. ചീനിച്ചട്ടിയുടെ ചൂടിൽ ഉള്ളിയാണ് ചൂടിട്ടുണ്ട്. നമുക്കിത് കറിയിലേക്ക് ഇട്ടു. ഇങ്ങനെ നമ്മുടെ കൊഴിയാള കറി വെച്ചത് റെഡി ആയിട്ടുണ്ട്. ഇതിന് കണ്ണൻ കൊഴുവാള എന്നാണ് പറയുന്നത്. ഇന്നിപ്പോൾ എടുത്തത് കണ്ണൻ കൊഴുവയാണ് കേട്ടോ. പലതരത്തിലുള്ള കൊഴിയാളയുണ്ട്, വള്ളി കൊഴിയാളയുണ്ട്, അല്ല സാധാരണ കൊഴിയാളയുണ്ട്. ഞാൻ എടുത്തത് കണ്ണൻ കൊഴിയാള എന്ന് പറയും. നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഇതിനെ എന്താ പറയുന്നതെന്ന് കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.